Hi, welcome to Competitive Cracker. So, ICDS 10th level examinu vendi prepare cheyyunnavaranno ningal? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ എക്സാമിന് വരുന്ന ഐടിയുടെ പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐടിയുടെ പോർഷൻസിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ വരുന്നുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് വരുന്നുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നുണ്ട്, മെമ്മറി, അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ സൈബർ ഏരിയാസ് ഉണ്ട്, ലോസും കാര്യങ്ങളും. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഐടിയുടെ സെക്ഷനിൽ വരിക അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് PSC ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടാവും. ആ ആൻസറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ച് തന്നെ പോവുക. ഓപ്ഷൻസ് ഓരോന്നും എടുത്ത് പഠിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ആൽഫ ന്യൂമറിക് എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ? ആൽഫ ന്യൂമറിക് അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളുമില്ല. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫബറ്റും അതേപോലെ തന്നെ ഏതാണ് ന്യൂമറിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? നമ്പേഴ്സും. അപ്പൊ ആൽഫബറ്റ്സും നമ്പേഴ്സും ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടുള്ള എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലേതാണ് ഇൻപുട്ട് ഉപകരണം? മൗസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ? ആൽഫബറ്റും അതേപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. മൗസ് എന്താണ്? ഒരു പോയിന്റിങ് ഡിവൈസ് ആണ്. അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ പോയിന്റിങ് ഡിവൈസ് ഏതാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തല്ല? മൗസ് അല്ല. പിന്നെ ജോയ്സ്റ്റിക് ആണോ? അതുമല്ല അല്ലെ. ഗെയിംസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അതുമല്ല. പിന്നെ വേറെ എന്താണുള്ളത്? പിന്നെ ഉള്ളത് കീബോർഡും ഉണ്ട്, ലൈറ്റ് പെന്നും ഉണ്ട്. ഇതിലേതാണ് ആൻസർ? ആൽഫബറ്റ്സും ന്യൂമറിക്സും എല്ലാം നമുക്ക് ഇതേപോലെ എൻട്രി ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? കീബോർഡ് അല്ലേ. കീബോർഡ് അല്ലേ. അപ്പോൾ കീബോർഡാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കീബോർഡിന്റെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കീബോർഡിന്റെ പോർഷൻ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SCERTയുടെ ടെക്സ്റ്റ് നിങ്ങൾ ഓരോ പോർഷൻസ് നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് കുറേ പോയിന്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പിലെ ക്ലാസ്സുകളിൽ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. SCERTയുടെ ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ അതിൽ കയറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. സർവ്വസാധാരണമായ ഒരു ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് വന്നു. എന്താണ്? ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒപ്പം കണ്ടോ എഴുതിയിരിക്കണം? കണ്ടോ ആ വാക്ക് അങ്ങനെ തന്നെയുണ്ട്. അക്ഷരങ്ങളും സംഖ്യകളും, അതായത് എന്തൊക്കെയാ? ആൽഫബറ്റ്സും നമ്പേഴ്സും, ഇത് രണ്ടും. പിന്നെ അതേപോലെ തന്നെ ചിഹ്നങ്ങൾ. ഓക്കെ, സിമ്പിൾസ്, സ്പെഷ്യൽ സിമ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആൽഫബറ്റ്സ്, ന്യൂമറിക്സ്, അതേപോലെ സ്പെഷ്യൽ സിമ്പിൾസ്, ഇതെല്ലാം തന്നെ ഇൻപുട്ട് ചെയ്യുന്നതിന് നാം ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? കീബോർഡ്. പിന്നെ അതിൽ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അതിന് തുല്യമായ ആസ്കി കോഡ് അത് ഉണ്ടാക്കി കമ്പ്യൂട്ടറിന് നൽകും. അപ്പൊ കീബോർഡിന്റെ വർക്കിംഗ് മനസ്സിലായല്ലോ. നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുക. പിന്നെ നോക്കിക്കേ, കീബോർഡ് എത്ര ടൈപ്പാണ്? വയേർഡ് ഉണ്ട്, വയർലെസ് ഉണ്ട്. പേര് തന്നെയുണ്ട്. വയേർഡ് ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും, വയർലെസ് ആണെങ്കിൽ അത് എന്താണ്? കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് അല്ല. അത്രേ ഉള്ളൂ. നോക്കിയേ, വയേർഡ് അപ്പം എങ്ങനെയാണ്? PS2 പോർട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ USB പോർട്ട് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് CPU-യുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ കീബോർഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയുള്ളതാണെങ്കിൽ? വയേർഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി വയർലെസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി. അപ്പൊ ഈ രണ്ട് തരംഗങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കണ്ടോ
നമ്മൾ അതിൻ്റെ ആൻസർ പഠിച്ചു, ഒപ്പം ആ ആൻസറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ പഠിക്കുമ്പോൾ പിന്നെ ആ ആൻസറിൽ നിന്ന് വരാവുന്ന ഏത് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ നമ്മൾ ഓക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച പോയിന്റുകളൊന്ന് സമ്മറൈസ് ചെയ്തേ. ഈ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അക്ഷരങ്ങളും നമ്പറുകളും പിന്നെ എന്തൊക്കെയാണ് ചിഹ്നങ്ങളും ഒക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഏത്, കീബോർഡ്. പിന്നെ എന്താ ചെയ്യുന്നത്, ഒരു കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിന് നൽകുന്നത് അല്ലേ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, വയേർഡ് ആയിട്ടുള്ളതുണ്ട്, വയർലെസ് ആയിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പോൾ വയേർഡ് ആണെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, USB കേബിൾ ഉപയോഗിച്ചോ PS-BART ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും, CPU-യുമായിട്ട് കണക്ട് ചെയ്യും. വയർലെസ് ആണെങ്കിൽ ഇൻഫ്രാറെഡോ റേഡിയോ തരംഗങ്ങളോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ കീബോർഡിന്റെ പോർഷൻ തീർന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഠനം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള കോപ്പി, അതായത് എന്ത് കോപ്പി ആയിരിക്കും, നമ്മുടെ കയ്യിൽ പ്രിന്റഡ് രൂപത്തിൽ കിട്ടുന്ന കോപ്പിക്ക് നമ്മൾ എന്താ പറയുക, ഹാർഡ് കോപ്പി അല്ലേ. അപ്പോൾ ഈ ഹാർഡ് കോപ്പീനെ നമുക്ക് ഇതിനൊരു ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഡിജിറ്റൽ രൂപത്തിലേക്ക്, അതിന് നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പകർത്താൻ നമ്മെ സഹായിക്കുന്ന ആ ഉപകരണം ഏത്? ഓപ്ഷൻസ് നോക്കിക്കേ. മൗസ് ആണോ? മൗസ് അല്ല അല്ലേ, മൗസും അല്ല. പിന്നെ മോഡമാണോ? മോഡം അല്ല അല്ലേ. പിന്നെ എന്താണ് വരുന്നത്, സ്കാനറാണ്. സ്കാനർ ഇതെല്ലാം ഇത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുക, ഡിജിറ്റലിനെ അനലോഗ് ആക്കുക, അതൊക്കെയാണ് മോഡം. സ്കാനർ ആണോ? വെയിറ്റ് സെർവർ ആണോ? ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണോ? അല്ല അല്ലേ. പിന്നെന്താ, അതായത് നെറ്റ്വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സെർവർ. അപ്പോൾ അതുമല്ല, നമ്മുടെ അതൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും നമ്മോട് ചോദിച്ചിട്ടില്ല. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് ഇത്രേ ഉള്ളൂ, നമുക്ക് ചിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റോ കാര്യങ്ങളോ അല്ല എന്തെങ്കിലും പേപ്പർ ഡോക്യുമെന്റിനെ നമുക്ക് അതിനെ ഡിജിറ്റൽ ആക്കണം, അത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്താ, ഇത് മൂന്നും അല്ല അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സ്കാനർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി സ്കാനറിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കിക്കേ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സ്കാനർ ആണ്. അപ്പൊ കണ്ടോ, സ്കാനറിൽ നിന്ന് ഇതുപോലെ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത പോർഷൻസ് ആണ്. കണ്ടോ, ആദ്യത്തെ പോയിന്റ് എന്താണ്, നമ്മളിപ്പോ പറഞ്ഞത് തന്നെ കണ്ടോ, ആ സെയിം ആ ക്വസ്റ്റ്യന്റെ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കണ്ടോ, ചിത്രങ്ങളോ അക്ഷരങ്ങളോ. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക്, അങ്ങനെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ പ്രീവിയസ് വരുന്ന പല ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, കണ്ടോ, ചിത്രങ്ങളോ ടെക്സ്റ്റോ പോലെയുള്ള വിവരങ്ങളെ കടലാസിൽ നിന്ന് എങ്ങോട്ട് മാറ്റുക, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക. അതാണ് നമ്മുടെ സ്കാനർ ചെയ്യുന്നത്. പിന്നെ എന്താണ് ചെയ്യുന്നത്, ഈ സ്കാനറിനെ നമ്മൾ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ബെഡ്, ഹാൻഡ് ഹോൾഡ് എന്നീ വകഭേദങ്ങളിലാണ് നമ്മുടെ ഈ സ്കാനറുകൾ ലഭ്യമാണ്. ഏതൊക്കെയാണ്, ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, പിന്നെ നമ്മൾ പറഞ്ഞത് ഹാൻഡ് ഹെൽഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൂന്നെണ്ണം ഉള്ളത്. ഇതിലെ കണ്ടോ, ഓരോന്നും നോക്കുക. ഷീറ്റ് ഫീൽഡ്, ഫ്ലാറ്റ് ബെഡ്, ഇത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഷീറ്റ് ഫീഡ് സ്കാനറിന് നമുക്ക് ഒരു ഷീറ്റ് മാത്രമാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത്, ഷീറ്റ് ഫീഡ്, ഒരു ഷീറ്റ് മാത്രം. ഫ്ലാറ്റ് ബെഡ് ആണെങ്കിൽ നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്നുള്ള പേജുകൾ വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്കാനറുകളുടെ ടൈപ്പുകൾ. അപ്പോൾ സ്കാനർ എന്താണെന്ന് കിട്ടിയോ, സ്കാനർ ഇത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്താണോ അത് എന്താക്കി മാറ്റുക, ഡിജിറ്റലായിട്ട് മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ പല ടൈപ്പുള്ള സ്കാനേഴ്സിനെ പറ്റിയിട്ട് പിന്നെ അതും കൂടി അതിൻ്റെ ഒപ്പം നോക്കി പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ. അപ്പോൾ എന്താണ്, എല്ലാം പ്രിന്റർ ആണ്. ഇതിൽ ഒരെണ്ണം എന്തല്ല കൂട്ടത്തിൽ പെടാത്തതുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ലേസർ ആണോ, തെർമൽ ആണോ, ഡോട്ട് മാട്രിക്സ് ആണോ, ഇങ്ക്ജെറ്റ് ആണോ? ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത പ്രിന്റർ? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ്. എന്താണെന്നറിയോ? പ്രിന്റർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും. പേര് തന്നെയുണ്ട്. ഇമ്പാക്റ്റ് പ്രിന്റർ ആണെങ്കിൽ
നമ്മുടെ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. നോൺ ഇമ്പാക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും നോക്കാം. ഇപ്പം ലേസർ പ്രിന്റർ ആണെങ്കിൽ നമുക്ക് ലേസർ ബീംസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ തെർമൽ ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ക്ജെറ്റ് ആണെങ്കിലും എന്താണ്, ഇങ്ക് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോട്ട് മെട്രിക്സിന് മാത്രം എന്താണ്, ഈ അതിൽ വരുന്ന പിന്നുകൾ ആ പേപ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്ത് പ്രിന്ററായി, ഇമ്പാക്റ്റ് പ്രിന്ററായി. നമുക്ക് അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നോക്കാം. നോക്കിയേ, ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു ഇങ്ക് നമ്മുടെ റിബണിൽ തട്ടും, എന്നിട്ട് പേപ്പറിൽ നമ്മൾ ഈ അടയാളം പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അത്ര ഓർത്തു വയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതകൾ നോക്കുക. ഇതിന് വേഗത വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഇത് കൂടുതൽ ശബ്ദമുണ്ടാക്കും. ഈ ഓട്ടോമാറ്റിക് പ്രിന്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാർബൺ കോപ്പി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിന്ററാണ്. ഓക്കെ, പിന്നെ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന പ്രിന്റർ, അതേപോലെ തന്നെ കുറഞ്ഞ ഗുണനിലവാരം. ഉദാഹരണങ്ങൾ വരുന്നതാണ് കണ്ടോ, ഡോട്ട് മെട്രിക്സ്, ഡെയ്സി വീല്. ഓക്കെ, അപ്പോൾ വീലിലാണ് ഇങ്ക് വെച്ചിട്ട് അത് അവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പറുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നുണ്ട് പ്രിന്റ് ഹെഡിന്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രിന്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പാക്റ്റ് പ്രിന്റർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ കണ്ടല്ലോ. ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതാണ്. പിന്നെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഡെയ്സി വീൽ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, അതെല്ലാം ഇത്തരത്തിലുള്ള പ്രിന്ററിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിന്റെ പിന്നെ ഇത് ഒരുപാട് ഭയങ്കര വലിയ ശബ്ദമായിരിക്കും, ടക് ടക് എന്ന് അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് നോൺ ഇമ്പാക്റ്റ് ആണെങ്കിൽ നോക്കിക്കേ, ഇതിൽ നേരിട്ട് ഇങ്ക് പതിപ്പിക്കുന്ന, അതായത് ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അതായത് പ്രിന്റ് ഹെഡ് പേപ്പറിൽ വന്ന് മുട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഏറ്റവും നല്ല ഫാസ്റ്റിൽ നമുക്ക് കിട്ടും. ശബ്ദമൊക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഗുണനിലവാരം കുഴപ്പമുണ്ടാവില്ല. ഇതിന് ഉദാഹരണം ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഓക്കെ, തെർമൽ പ്രിന്റർ, ലൈൻ പ്രിന്റർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് പോലെ തന്നെ മെമ്മറി ഉണ്ട്. ഇതിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇനിയും ഇതേപോലെയുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിപ്പോൾ നോക്കിയതിൽ നിങ്ങളിപ്പോൾ കണ്ടതുണ്ടാവും, കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതാണ്, പാഠപുസ്തകങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ ഈ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ഓരോ ക്വസ്റ്റ്യനും എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത അതേ ടേംസ് ആണ് ആ ടെക്സ്റ്റ് ബുക്കിലും അല്ലേ. അതായത് ആ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്ത അതേ ടേംസ് വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. എപ്പോഴും ഇങ്ങനെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ഓരോ പോയിന്റുകളും നമുക്ക് ഓർത്തിരിക്കണം എന്നില്ല. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ ആപ്പിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പാഠപുസ്തകം മൊത്തവും ഇരുന്ന് ഇത് ചെയ്യാതെ അതിൽ നിന്ന് നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ടാണ് നിങ്ങൾക്ക് തരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മെമ്മറി ആയിട്ട് പിന്നെയും കാണും. പിന്നെ നമ്മൾക്കിപ്പോൾ ഓൾറെഡി ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം ഫെബ്രുവരിയിലേക്ക് നമുക്ക് എക്സാം വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആകെ നമ്മുടെ മുന്നിൽ ഒരു 50 ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 50 ദിവസം നമുക്ക് എന്താണ്, അത് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, ഒരു 50 ദിവസം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ 50 ദിവസം എത്രത്തോളം വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ ഇവിടെ ആപ്പിലെ ക്ലാസ്സിന് വരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഈ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ IT ക്ലാസ് ആണെങ്കിലും ബാക്കിയുള്ള ക്ലാസ്സുകളാണെങ്കിലും ആ രീതിയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി മോഡൽ എക്സാമും പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യും. അപ്പോൾ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് എന്തിനും കൂട്ടായിട്ട് ഒരു മെൻറ്റർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ, അതിപ്പോൾ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ വരുന്ന ഏത് പോർഷനിലെ ഡൗട്ട്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങളെ ഇതുപോലെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അതാണ് പിന്നെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് വീക്ക്ലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഡൗട്ട്സുകൾ വരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആപ്പിൽ നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതായത് ഒരു ടോപ്പിക് നിങ്ങൾക്ക് മെൻറ്റർ ഓരോ ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്സ് തരും. അപ്പോൾ ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീക്കിൽ തന്നെ ലൈവ് കണ്ടക്ട് ചെയ്യും. ആ ലൈവിൽ കണ്ടക്ട് ചെയ്ത് നിങ്ങൾ ആ ലൈവിൽ എന്തുണ്ടാവും,
ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമും കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്തായി, ആ ടോപ്പിക് അത്രയും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠന രീതിയാണ് നമുക്കുള്ളത്. സോ നമ്മൾ ഇന്ന് കണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും അതിന് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് മെമ്മറിയുടെ കുറച്ച് പോർഷൻസുമായിട്ട് ഇനി വരും. ഓക്കെ, താങ്ക്